ഇപ്പോൾ ജിയോന്റെ കാർ ഒന്ന് സർവീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വാട്ടർ സർവീസ് ഉണ്ടോ ഇവിടുത്തെ ഒരു സർവീസിന്റെ ഇത് കാണിച്ചു തരാം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. പ്രശാന്ത് ചേട്ടൻ അങ്ങനെ വാഷ് ചെയ്യുവാണ്. ന്യൂസിലാൻഡ് വന്നിട്ട് ആദ്യമായിട്ട് ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സ്, നമുക്കേ ഇത് അറിയില്ലാത്തതുകൊണ്ടാണ്. ആദ്യം നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ ഫോം ഇട്ടിട്ട് അങ്ങോട്ട് വാഷ് ചെയ്താൽ കളഞ്ഞാൽ മതി. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. അത് തന്നെ, ഒന്ന് വാഷ് ചെയ്തിട്ടേ ഒരു $1 ഇട്ടിട്ട് വാഷ് ചെയ്ത് ഏകദേശം ഒരു 150, ഒരു 200-250 തീർക്കാം. ഫ്രാഗ്രൻസ് വരുത്തണമെങ്കിൽ അതിന് സെപ്പറേറ്റ് നമുക്ക് അവിടെ പേ ചെയ്തിട്ട് ഫ്രാഗ്രൻസ് വരുത്താൻ പറ്റും. എന്താണ് ചെയ്യേണ്ടത്? ഫ്രാഗ്രൻസ് ഇല്ല, മറ്റേ മണം. അത് അവിടെ ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ ചെയ്യാം. അത് ഓക്കെ. ഫോമാണല്ലോ അതിൽ ഒരെണ്ണം. ഇത് ഫോം യൂസ് ചെയ്യേണ്ട, അതിനുള്ള വേറെ ഉണ്ട്. ഇത് മാത്രം മതി അല്ലേ? വാക്വം ഹെവിയാണ് കണ്ടോ? ഓക്കെ ഓക്കെ. വാക്വം എടുക്കാം, എന്നിട്ട് നമ്മളൊന്ന് വലിച്ചെടുത്താൽ അത് എത്ര കോയിൻ ഓൺലി അത് പിടിക്കാം. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഓൺ ആവുകയാണ്. അതാണ് വിഷയം കേട്ടോ. നമ്മൾ റെഡി ആയി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. അപ്പോൾ ഇന്ന് ഞാൻ ന്യൂസിലാൻഡിൽ ഒരു സംഗതി കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ ജിയോ ഉണ്ട്. ജിയോ ഹായ്. ഇപ്പോൾ ജിയോന്റെ കാർ ഒന്ന് സർവീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വാട്ടർ സർവീസ് ഉണ്ടോ ഇവിടുത്തെ ഒരു സർവീസിന്റെ ഇത് കാണിച്ചു തരാം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അത് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്കലി നമ്മൾ കോയിൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഇത്ര ടൈം നമുക്ക് വാഷ് ചെയ്യാനുള്ള ടൈം. ഓക്കെ. നമ്മള് കോയിൻ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മറ്റേ ഡോളർ അല്ലേ? ഡോളർ ഇട്ട് കൊടുക്കണം. അതിനനുസരിച്ച് എത്ര മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ മണിക്കൂറല്ല, മിനിറ്റ്. മിനിറ്റ് ഉള്ളൂ കേട്ടോ. മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എത്ര മിനിറ്റിലേക്കാ? അത് കറക്റ്റ് ആയിട്ട് ചെന്ന് പോയി നോക്കണം നമുക്ക്. അതിന്റെ ഇത് ഫസ്റ്റ് ടൈം അല്ല? ഫസ്റ്റ് ടൈം ഞാൻ പോകുന്നത്. ഓക്കെ. ജിയോ ഫസ്റ്റ് ടൈം ആയിട്ട് പോകണം, അതുകൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത് തന്നെ, എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാം പഠിക്കും. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിയോന്റെ ഒപ്പം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും ഡ്രൈവ് ചെയ്തത്. ജിയോ ആദ്യം വണ്ടി മേടിച്ചത്. ഞാൻ ഇപ്പോൾ ഇതിലോട്ട് വണ്ടി മേടിച്ചല്ല. ആദ്യം നമുക്കൊന്ന് ഓടിച്ചു നോക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ജിയോ ആരുടെ വണ്ടിയാണ് ഓടിച്ചത് ആദ്യം? ആരെങ്കിലും? ഞാൻ ഈ വണ്ടിയാണ് ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ഓടിക്കുന്നത്. ന്യൂസിലാൻഡ് വന്നിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? കൂടെ നമുക്കൊരു യദു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം നല്ലവണ്ണം ട്രെയിനിങ് തന്നു. കുറെ 2-3 ദിവസം പുള്ളിയുടെ കൂടെ പോയി നല്ലപോലെ പഠിപ്പിച്ചു. ഇവിടെ ശരിക്കും നമുക്ക് അറിയേണ്ടത് ഈ റോഡിന്റെ മാർക്കിംഗ് ആണ്. അതെ, ഒരുപാട് മാർക്കിങ്സ് ഉണ്ട്, ഒരുപാട് വണ്ടി ആർക്കും വേണമെങ്കിലും ഓടിക്കാം. പക്ഷേ ഈ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 90% നമ്മൾ പഠിച്ചതാണ്. വേറെ സിഗ്നൽസ് മാത്രം നോക്കിയാൽ മതി. നമ്മള് 90% നമ്മള് ഇവിടെ ഡ്രൈവിംഗ് പഠിച്ചു. ജിയോ വന്നിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞല്ലേ? 3 മാസം കഴിഞ്ഞല്ലോ. അപ്പൊ അത് കാരണം കുറച്ചൊക്കെ ഏരിയ അറിയാം. എനിക്ക് അത്ര മാത്രം അറിയില്ല. പക്ഷെ ഞാൻ ജിയോന്റെ കൂടെ പോയി, ജിയോന്റെ വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി. അതിപ്പോ എനിക്ക് റൂട്ട് മാപ്പ് വേണ്ട, ഞാനത് ഡ്രൈവ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടുത്തെ മാർക്കിംഗ് നിങ്ങൾ കണ്ടോട്ടോ. റോഡിലെ മാർക്കിംഗ് കാണിച്ചു തരാട്ടോ. എല്ലാ സ്ഥലത്തും റോഡിലെ മാർക്കിംഗ് ആണ്. നമുക്കത് കണ്ടോ? നമ്മൾ ഓരോ വഴിയിലേക്ക് കയറുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെൻറ്റർ ഒരു പൊസിഷനിൽ കയറി എന്നിട്ട് നമുക്ക് തിരിയാം. ഇതാണ്ടോ ഇവിടെ ഈ റൈറ്റ് സൈഡിലേക്ക് തിരിയണ ഒരു വേ ഉണ്ടോ? കണ്ടോ? സെൻറ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ പോകുന്ന വണ്ടികൾക്ക് ഒരു തടസ്സമില്ലാത്ത രീതിയിലല്ലേ? അത് കറക്റ്റ് ആയിട്ടാണ് കേട്ടോ അവർ ചെയ്തേക്കുന്നത്. ഇതൊക്കെ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ശരിക്കും. പക്ഷെ നാട്ടിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓട്ടോയും 2 വീലറും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ അങ്ങനത്തെ സംഭവങ്ങൾ കുറവാണ്. ഇവിടെ ഓവർടേക്കിംഗിൽ പൊതുവെ കുറവാണ്. നമ്മളധികം ഒരുപാട് വണ്ടികൾ നമ്മളെ ഒരു വണ്ടിയുടെ ബേക്കിൽ പിടിച്ച് നമ്മളൊരു മിനിമം സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 കിലോമീറ്റർ സ്പീഡാണ് ഇവിടെ സിറ്റിക്കുള്ളിലെ എല്ലാ റോഡുകളിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പീഡ്. പിന്നെ ഇവിടുത്തെ ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ് കേട്ടോ. അല്ലെ? വന്നു കഴിഞ്ഞാൽ നമ്മൾ റോഡ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ്. ഏകദേശം ഒരു 80 ഒക്കെ ചിലപ്പോൾ ഈ സ്റ്റാർട്ടിങ് അല്ലേ, 80-60 അങ്ങനെ ആ റേഞ്ചിൽ വരും. അവിടെ നിന്ന് വേണമെങ്കിൽ 150 വരെ പോകും. അങ്ങനെ ഒരു വന്നിട്ടില്ല. ഇനിയിപ്പോ വരുമ്പോ അറിയാം എന്തോരം ഉണ്ട്. അതെ. ഇത് കണ്ടില്ലേ സെൻട്രലിൽ ആ ഏരിയ ഉണ്ടോ? അതിൽ നമുക്ക് ആ വണ്ടി കയറ്റി നിർത്താം. നമ്മുടെ ഒരു വീട് ലെഫ്റ്റിലാണെങ്കിൽ അങ്ങോട്ട് കയറ്റി നിർത്തിയിട്ടോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നമുക്ക് തിരിക്കാം. അങ്ങനത്തെ രീതിയിലാണ് അവർ ഇട്ടേക്കുന്നത്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ട്രാക്ക് ഉണ്ട്, ഗ്രീൻ ട്രാക്കാണ് ശരിക്കും പറഞ്ഞാൽ സൈക്കിളിന് പോകുന്ന ഒരു ട്രാക്കാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രാക്ക് ഉണ്ട് നമ്മുടെ ബസ്സിന് അല്ലേ? ബസ്സിന് ഒരു ട്രാക്ക് ഉണ്ട്. ആ ബസ്സിന്റെ ട്രാക്കിൽ നമ്മൾ അങ്ങനെ കയറാൻ പാടില്ല, കാറും കൊണ്ട് കയറാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ ഒരു 30 മീറ്റർ അങ്ങനെ നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിയേണ്ട സമയത്താണെങ്കിൽ ട്രാക്കിൽ കൂടെ കയറാം.
പിന്നെ ആ ലെഫ്റ്റ് സൈഡിൽ യെല്ലോ ലൈൻസ് ഉണ്ട്, ഡോട്ട് ആയിട്ട് പോയേക്കണോ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒന്നും പാർക്കിങ്ങും പാടില്ല, അങ്ങനെയുണ്ട് അല്ലേ? പാർക്കിംഗ് പാടില്ല ഈ സൈഡിലൊന്നും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് പോലീസ് വന്ന നമ്പർ നോട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു അവിടുന്ന്. അത് തന്നെ അതുമല്ല, അവര് ഈ പോലീസ് വന്നു കഴിഞ്ഞാലും ശരിക്കും ഭയങ്കര ഇതാണല്ലോ, അവര് കോമൺ ക്വൈറ്റ് ആയിട്ട് വന്നിട്ട് ഹായ് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവര് നമുക്ക് ഫൈൻ ഇട്ട് തന്നെ എന്നാ പിടിച്ചോ എന്ന് പറയല്ലേ. റൂൾസ് അത് തന്നെ, അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അവർക്ക്. ഇവിടെ എന്താ വണ്ടി നിർത്തിയൊന്നും ചോദിക്കില്ല അല്ലെ, ആ ഫൈൻ ഇട്ട് നമ്മളങ്ങ് ഫൈൻ അടച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇതുണ്ട് അതിന്റെ സ്പേസ് ആണ്, ഇത്രയും സ്പേസ് ഇത് ഗ്യാപ്പ് ഇട്ട് നമ്മൾ നിർത്തണം എന്നുള്ളതാണ് ശരിക്കും. നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മറ്റേ വണ്ടിയുടെ ടയർ കാണാൻ പറ്റണമെന്നാണ് ഏകദേശം ഒരു റൂൾ ഇട്ട് അവിടുത്തെ. അപ്പോൾ നമ്മുടെ ആ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ ദേവതാണ്ടോ, ഈ പൊസിഷനിലിരിക്കുമ്പോൾ നമുക്ക് ആ ടയർ കാണാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ഓടിക്കുന്നത്. ശരിക്കും ഞങ്ങളിപ്പോൾ ഓക്ലാൻഡ് സിറ്റിയിലാണ് കേട്ടോ, ഏകദേശം അല്ല ഈ മെയിൻ സിറ്റിയുടെ സിറ്റി സെന്റർ ആണ് അല്ലേ, ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്യുള്ളൂ സിറ്റിയിലേക്ക്. അതെ അതെ, ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി. അതെ അതെ, ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആണ്. പക്ഷെ ഞാൻ ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ബീർ ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. എല്ലാവരും പറയും ഭയങ്കര സെക്യൂർ ആണെന്ന് പറയാറുണ്ട് അല്ലെ, അതിനെപ്പറ്റി നമ്മൾ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അത്ര ഞാനും വിചാരിച്ചത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ഇതുള്ളതാണെന്ന് വിചാരിച്ച, അങ്ങനെയൊന്നുമല്ല. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ അതിനെ താത്തി കെട്ടണല്ലേ, കൺട്രീനെ താത്തി കെട്ടണല്ല കേട്ടോ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഗോൾഡ് അല്ലെ, ഗോൾഡ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെ ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ വസ്ത്രധാരണോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഗോൾഡ് കൊണ്ടുവരാണ്ടിരിക്കുക മാക്സിമം ആൾക്കാർ. ആര് വന്നാലും ഒരു ടൂറിസ്റ്റ് വിസ ആയിട്ട് വന്നാൽ പോലും ഗോൾഡ് കൊണ്ടു നടക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ എന്താ വെച്ചാൽ കുറച്ച് പേരുണ്ടെന്നാ കേട്ടാ, നമുക്ക് കറക്റ്റ് അറിയില്ല. ഡ്രഗ്സും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിള്ളേരുണ്ട് അല്ലേ. ഇവിടെ പിള്ളേർ വന്നിട്ട് ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ട വരും. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവരത്ര ഇതിലാണ് പറഞ്ഞത്. ചിലപ്പോൾ തോക്കുകൊണ്ടായിരിക്കാം, അങ്ങനെ വരാം. എന്ത് ആയുധം വേണമെങ്കിലും അവർ കയ്യിലുണ്ടാവാം. അങ്ങനെയാണ് ഞാൻ കേട്ടോ. അപ്പോൾ കേട്ടറിവാണ്, എക്സ്പീരിയൻസ് ആയിട്ടില്ല അതുവരെയായിട്ട്. എക്സ്പീരിയൻസ് ആയാലും വീഡിയോ ഇടും. എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ വന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമ്മൾ ചിലപ്പോൾ കുടുങ്ങും. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന ആൾക്കാരാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ആരും വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല ഇതിലോട്ടല്ലേ. ഞാൻ അവിടെ നിന്നൊക്കെ യൂട്യൂബിൽ ഒരാളും ഇങ്ങനത്തെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല. എന്നാൽ ന്യൂസിലാൻഡിൽ ഏറ്റവും നല്ല സേഫ് കൺട്രി എന്നൊക്കെ പറയും. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. ഓക്ലാൻഡിൽ നോർത്ത് ഓക്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ കുറച്ച് ഞാൻ കേട്ടത് കേട്ടോ. നോർത്ത് അപ്പം നമ്മൾ ഏരിയായിട്ടാണ് വെസ്റ്റ് ഏരിയ ആയിട്ടാണ് അല്ലേ വരുന്നല്ലേ. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇവിടെ പിന്നെ അടുത്തടുത്ത് ഈ സിറ്റിക്ക് ഉള്ളിൽ കൂടെ ഓടിക്കുമ്പോഴല്ല, അടുത്തടുത്ത് സിഗ്നലാണ് കേട്ടോ അല്ലേ. ഒരുപാട് സിഗ്നലാണ്. അതൊരിത്തിരി നമുക്ക് നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു വന്നേ കൊണ്ടേ കുറച്ച് നാളത്തേക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ട് അല്ലേ, ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുമല്ല നമുക്കിത് ജിയോ പോണണ്ട ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ നോക്കി പോണം. അല്ലെങ്കിൽ ഈ റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ്, നമുക്ക് കാല് കൊടുത്ത് പോകാൻ തോന്നുന്ന ഒരു റോഡാണ് കേട്ടോ. പിന്നെ ഈ സാധനം എപ്പോഴും യൂസ് ചെയ്യട്ടോ നമ്മള് അല്ലെ. ഗൂഗിൾ മാപ്പ് ആക്യുറേറ്റ് ആണ് കേട്ടോ അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഏറ്റവും മുകളിൽ ആ ടോപ്പിൽ ഇത് ശ്രദ്ധിച്ചാൽ മതി. എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സ്പോട്ടിൽ വരുമ്പോൾ നോക്കിയാൽ തിരിയേണ്ട സ്പേസ് ആകുമ്പോൾ അത് ശരിക്കും എഴുതി കാണിക്കുന്നത്, അതിൽ പോയാൽ മതി. പിന്നെ ഇവിടുത്തെ വെതർ കണ്ടീഷനും നമ്മൾ ഏകദേശം ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ആയിട്ടാണ്, ഓൾമോസ്റ്റ് സെയിം ആണ് ഇവിടെ കേട്ടോ. ഇപ്പൊ ഇന്ന് മഴ പെയ്യുന്ന പറഞ്ഞാൽ മഴ പെയ്യും. അപ്പോൾ നമ്മൾ ഒരു 800 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടേൺ ചെയ്യാനുള്ളതാണ്. ഞങ്ങളിവിടെ ലെഫ്റ്റ് തിരിയാണ് കേട്ടോ. ഇവിടെ വേറെ ഇതൊന്നും ഇല്ല കേട്ടോ. നേരെ ലെഫ്റ്റിലേക്ക് പോകാം നമുക്ക്. മഴ ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും കേട്ടോ. ഭയങ്കര ഹെവി റെയിൻ എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കും. മഴയായി തുടങ്ങി. വീടുകളൊക്കെ ഉണ്ടോ നല്ല അല്ലെ. ഇവിടെ 2 നില വീടുകളൊന്നും കാണാനില്ല കേട്ടോ ശരിക്കും പറഞ്ഞു. അത് കണ്ട വളരെ കുറവാണ്. ചില ഏരിയകളിൽ മാത്രമാണ് നമുക്ക്, ചില ഏരിയകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതല്ല ഇവിടെ ഒരു ലൈൻ കണ്ടോ, ഈ വൈറ്റ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. സ്റ്റോപ്പ് ചെയ്ത് ഗിവ് അവേ ആണെങ്കിലും നമ്മളത് വെയിറ്റ് ചെയ്താൽ
വണ്ടി പോയിട്ട് ഞാനിവിടെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് അല്ലേ നമ്മൾ ഇത് കൊടുക്കുക അല്ലേ, പ്രിഫറൻസ് കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ മെയിൻ റോഡിലാണെങ്കിൽ അത് നോക്കണ്ടല്ലോ, മെയിൻ റോഡിൽ നമുക്കാണ്ട് പോക്കറ്റ് റോഡിൽ നിന്ന് ഇപ്പോൾ റൈറ്റ് സൈഡിൽ വന്നെങ്കിൽ നമുക്ക് കയറി പോവാം. ഗിവ് വേ ആണത്, ബോർഡ് വെച്ചാണോ. അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അവർ പോയി കഴിഞ്ഞിട്ടാണ് നോക്കുക. അത് ലെഫ്റ്റിലേക്ക് അത് കയറാൻ പറയാൻ കേട്ടോ, അത് കയറാൻ പറയാം. വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ തെറ്റിപ്പോകും കേട്ടോ. പുള്ളിക്കാരത്തി ഇൻഡിക്കേറ്റർ ഇട്ടു, റൗണ്ട് ബോട്ട് അതിൽ കയറി, അത് തിരിഞ്ഞു വരുമ്പോൾ നമ്മൾ അവിടെ നിൽക്കണം, വെയിറ്റ് ചെയ്യണമെന്നാണ്. അവർ തിരിഞ്ഞു വന്നു. ഇതാണ് കേട്ടോ സർവീസ് സ്റ്റേഷൻ, നമ്മൾ സെൽഫ് സർവീസാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് സർവീസ് സ്റ്റേഷനിൽ എത്തിക്കണ്ട, ഇതാണിത് കോയിൻ ഇടുന്ന സ്ഥലം കേട്ടോ. കോയിനിട്ട് ഇവിടെ ഭയങ്കര വിൻഡാണ് കേട്ടോ, കാറ്റ്, അതുകൊണ്ട് ക്ലിയർ ആവുമെന്നറിയില്ല. ഇപ്പോൾ ഇതിൽ കോയിൻ 1, 2 കോയിൻ ഉള്ളു. $1 അല്ലെങ്കിൽ $2 കോയിൻ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു തോന്നുന്നു അല്ലേ. ഇത് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ സംഭവം മനസ്സിലായോ? നമുക്കിപ്പം റീസൂട്ടും പ്രൂഫും പിന്നെ തിരിച്ചിങ്ങനെ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പം കറക്റ്റായിട്ട് കോയിൻ ഇട്ടു. ഇത് നമുക്ക് ഫോമിങ് ഇടണമെങ്കിൽ ആദ്യം ഫോമിങ് അല്ലേ, അതോ ആദ്യമേ ഒന്ന് വാഷ് ചെയ്ത് റിൻസ് അല്ലേ? ആ, എന്നിട്ട് ഫുൾ വാഷ് ഇങ്ങനെയല്ലേ? ലൈറ്റ് വാഷ്. ആ, ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഏതാണ് വേണ്ടതെന്നുള്ളത്. ഹൈ പ്രഷർ ആണെങ്കിൽ ഹൈ പ്രഷർ, ഇത് ഹൈ പ്രഷർ വാട്ടർ ഇത് കണ്ടോ, അത്ര വേണ്ട. ചിലപ്പോൾ ഈ പെയിൻ്റ് കടച്ച് ചെയ്യില്ല. നമുക്കിപ്പോൾ ലൈറ്റ് വാഷ് ചെയ്യാം. ആ, ലൈറ്റ് വാഷ് ചെയ്ത് റീസൂക്ക് ചെയ്യാം. ആ, അപ്പോൾ നമുക്ക് പൈസ തന്നു. പൈസ ഇടും. ബിഫോർ ഫോമിങ് ആണ് കേട്ടോ ഫസ്റ്റ് എന്ന് പറഞ്ഞത്. ഫസ്റ്റിൽ തന്നെ ബ്രഷ് ചെയ്യാം. ഫസ്റ്റ് ഇത് ചെയ്യാം, ഫോം ചെയ്യണേക്ക് മുമ്പേ പിന്നെ ഫോമിങ് ബ്രഷാണിത്. ഫോം ചെയ്തിട്ട് ബ്രഷ് മസ്റ്റ് ബി ഫോമിങ് വൈൽ വാഷിങ്. അല്ലല്ല, ഫോം ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റും. ആദ്യമേ ഇതാണ് കേട്ടോ സർവീസ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുണ്ട്, എത്ര കാറുകൾക്ക് വേണമെങ്കിലും വന്ന് ചെയ്യാം. സെൽഫ് സർവീസാണ് കേട്ടോ. നമ്മൾ വന്ന് കോയിനിട്ട് നമുക്ക് വാഷ് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകാം. അതിൽ അപ്പുറ സൈഡിലങ്ങനെ ഡ്രൈ ചെയ്യണ സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ. അത് പിന്നെ ഉള്ളിൽ വാക്വം ചെയ്ത് കളയുന്ന സ്ഥലമുണ്ട്. അതെ, അയ്യോ അത് കൊണ്ടുവരാ, അത് കൊണ്ടുവരാ. പ്രഷറുണ്ടോ? പ്രഷറുണ്ടോ? അത്രേ ഉള്ളൂ. എന്താ അതങ്ങനെ തിരിക്കാട്ടോ, മോളിൽ നിന്ന് തിരിക്കാം. അപ്പോൾ ജിയോ അതെ വാഷ് ചെയ്ത് തുടങ്ങിട്ടോ. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കണ്ടിട്ടുള്ള $2 ആണ്. മാത്രമാണ് ഇടാൻ പറ്റുള്ളൂ. നല്ല മഴയുണ്ട് പുറത്ത്, ചെറുതായിട്ട്, നല്ല മഴയല്ല, ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മാറിയിരിക്കാം. സംഭവം ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ. ആരും തന്നെ നമുക്ക് ഹെൽപ്പിംഗ് ഒന്നുമില്ല. നമ്മൾ തന്നെ വന്ന് വേണമെങ്കിൽ വണ്ടി കഴുകുക, കാശിടുക, ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇതൊരു നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ നാട്ടിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യമായിരുന്നു. പിന്നെ നാട്ടിൽ ആർക്കും തന്നെ മെനക്കെടാൻ പറ്റില്ല. നമുക്ക് ആരെങ്കിലും കാശ് കൊടുത്ത് നിർത്തുള്ളൂല്ലോ. ഇവിടെ ഞാൻ അടിക്കാം, സമയമായാ? ഓ, ആ ടൈം ആണ് ഇതേ. ആ 2 മിനിറ്റ് ആയി കണ്ടാ, കറക്റ്റ് തീർന്നു. ഇനി അടുത്ത പോയിന്റ് ഇട്ട് കൊടുക്കാം. കണ്ടാ എത്ര മിനിറ്റ് ആയിരുന്നു അത്? 2 മിനിറ്റ്. 2 മിനിറ്റിലേക്ക്. ഇനിയിപ്പം ഇനിയിപ്പോൾ ഫോം ചെയ്യണമെങ്കിൽ ഫോം ചെയ്യണം അല്ലേ? അല്ലല്ല, ഫോം അതാണ് ഇടണേ. വാക്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട് ഇവിടെ. ഇതാ എൻജിൻ ടയർ ക്ലീനിങ് കേട്ടോ, ഓരോന്നിനും
ലോ പ്രഷർ. ഇതെങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് വാഷ് മെനു ഉണ്ട് കൊടുത്തേക്കുന്നത്, ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇൻസേർട്ട് 1 or 2 എന്നുള്ളി ഫോം വേണ്ട. അപ്പം ഏത് ഫോം? ഇത് പക്ഷെ അത്ര ഫോം ഇല്ലല്ലോ അല്ലേ? ഇതുള്ള എന്താ ഇങ്ങനെയാണോ ഉള്ളത്? ഇങ്ങനെ ആയിരിക്കും. നമുക്കറിയില്ല കേട്ടോ. പ്രശാന്ത് ചേട്ടൻ അങ്ങനെ വാഷ് ചെയ്യുവാണ്. ന്യൂസിലാൻഡ് വന്നിട്ട് ആദ്യമായിട്ട് ഞാനൊരു അവസരം. ഈ നമ്പർ പ്ലേറ്റ് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്പർ പ്ലേറ്റ് ഒന്ന് ശരിയാക്കേണ്ട കേട്ടോ. ഇളകുണ്ട്. ഞാൻ ശരിക്കും വണ്ടി ഭയങ്കര ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ നാട്ടിലാണെങ്കിലും ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. ഞാൻ നാട്ടിൽ നമ്മളിങ്ങനെ സ്ഥാപനം തുടങ്ങുവാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. ബെനിഫിറ്റാണ്. പക്ഷെ എനിക്കറിയില്ല, സ്വന്തമായിട്ട് അധ്വാനിക്കുള്ള ഇവിടെ വന്ന് നമ്മൾ. പക്ഷെ വർക്കൗട്ടാവും. അവിടെ അപ്പുറം തന്നെ നമ്മുടെ ഇവിടെ വാക്വം ചെയ്യണ സംഭവം ഉണ്ട് കേട്ടോ. വാക്വം ചെയ്തെടുക്കണം. അതുണ്ടല്ലോ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൊടി ഇതൊക്കെ എടുത്ത് കളയാട്ടോ. ഫോം ഇത്തിരി കുറഞ്ഞുണ്ട് കേട്ടോ അല്ലേ? ഫോം കുറവാണ് കേട്ടോ. ഫോം കുറച്ച് കുറവാണ് അല്ലേ? ഇപ്പം നമ്മൾ എടുത്തതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല ഫോം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഫോം നല്ലോണം വേണ്ടതായിരിക്കും അല്ലേ? അത്യാവശ്യം നല്ല ഫോം വരേണ്ടതാണ്. എന്താണെന്നറിയില്ല. നമുക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഇനി നമ്മൾ പഠിക്കും ഓരോ കാര്യങ്ങള്. അതന്നെ. പ്രശാന്ത് ഞങ്ങളുടെ വണ്ടി നല്ല അടിപൊളിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സിമ്പിള്. ഭാവിയുണ്ട്. ഇതവിടെ കൊണ്ട് വെക്കാം. അതല്ല അത് കൈപ്പിടി. ഫോം വരും, പെട്ടെന്ന് ഫോം വരും. ഞാൻ ഇടാം അതിട്ടാ. ഇത് $2. 1 minute എടുക്കാം അല്ലേ? 1 എൻട്രി ചെയ്യാൻ പറ്റില്ല. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നണം. അല്ലേ വേണ്ട, പോട്ടല്ലേ. ഇതാണ് ഫോം. നമുക്ക് ആദ്യം തെറ്റിപ്പോയി അല്ലേ? അത് സോപ്പായിരുന്നു. ഫോം എൻ്റെ ഇതിൽ തന്നെയാണ്. അടിപൊളി. ഓക്കെ. രണ്ട് മിനിറ്റ് കൊണ്ട് അപ്പുറത്തേക്കണേ. ഒരു മിനിറ്റ് ആയില്ലേ? അടിപൊളി. പെട്ടെന്നാണ് സമയം പോണേ, ഒന്നും അറിയില്ല നമ്മള്. പെട്ടെന്നാണ് സമയം പോണേ. ശരിക്കും $1 അല്ല, $2 ഇട്ടാൽ മതി അല്ലേ? അത്യാവശ്യം ഒരു കാറ് ഫുള്ള്. അല്ല, അപ്പൊ മറ്റേ ഇത് വേണ്ട കേട്ടോ. നമുക്കേ മറ്റേ വാഷ് ഇത് വേണ്ട, സോപ്പ് വേണ്ട, സോപ്പിന്റെ ആവശ്യമില്ല. ഓക്കെ. നമുക്ക് ആദ്യം ഫോം ഇട്ടിട്ടേ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് അത് അത്ര സേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്കിനി അത് നമുക്ക് ഡയറക്റ്റ് സോപ്പിലേക്ക് പോയാൽ മതി. അതെ. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സ്, നമുക്കേ ഇത് അറിയില്ലാത്തതുകൊണ്ടാണ്. ആദ്യം നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ ഫോം ഇടാം. ഫോം ഇട്ടിട്ട് അങ്ങോട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. അത് തന്നെ. ഒന്ന് വാഷ് ചെയ്തിട്ടേ ഒരു $1 ഇട്ടിട്ട് വാഷ് ചെയ്ത് ഏകദേശം ഒരു 150, ഒരു 200-250 തീർക്കാം സുഖമായിട്ട്. വണ്ടി ഏകദേശം വാഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വാക്കും ചെയ്യാം.
അപ്പോൾ വണ്ടി കുഴപ്പമില്ലാണ്ട് വാഷ് ചെയ്തു. പക്ഷേ ഇവിടെ ഇത്തിരി പ്രഷർ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പ്രഷർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാറ്റിയിടാം നമുക്ക് വേണമെങ്കിൽ കേട്ടോ. അപ്പുറമൊക്കെ ചെയ്തതൊക്കെ നല്ല പ്രഷറുള്ളതായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, അടിപൊളി ഒരു സിസ്റ്റമാണ് കേട്ടോ. എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് കേട്ടോ. ഫ്രാഗ്രൻസ് വരുത്തണമെങ്കിൽ അതിന് സെപ്പറേറ്റ് നമുക്ക് അവിടെ പേ ചെയ്തിട്ട് ഫ്രാഗ്രൻസ് വരുത്താൻ പറ്റും. എന്താണ് ചെയ്യേണ്ടത്? ഫ്രാഗ്രൻസ് ഇല്ല, മറ്റേ മണം. അതവിടെ ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ ചെയ്യാം. അത് ഓക്കെ. ഇഷ്ടമുള്ള ഫ്രൂട്ട്, വാനില. ഓക്കെ, നമുക്ക് ആ ഉള്ളിൽ സ്പ്രേ ചെയ്താൽ മതിയോ? 1 and 2 ഓൺലി. ഓക്കെ, അത് എത്ര നേരത്തേക്ക് ഉണ്ടാവും? അങ്ങനെ വല്ലതും ഉണ്ടോ? അറിയില്ല. ആ സ്മെല്ലൊക്കെ, ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി അല്ലേ? ഓക്കെ. നമുക്കത് സ്പ്രേ മറ്റേ ഇതില്ലേ, അതും പോയിനിട്ട് തുറക്കാം. അതെയോ? ക്ലീൻ ചെയ്യണല്ലേ? ഓക്കെ. എല്ലാ സാധനത്തിനും നമ്മൾ ആ എമൗണ്ട് കൊടുക്കണം കേട്ടോ. അതും ഇവിടെ നമുക്കിത് നമ്പർ ഉണ്ട് കേട്ടോ. ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോയിനിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഉള്ളിലൊക്കെ സ്മെല്ല് വരുത്താൻ വേണ്ടി ഒരു സംഭവമുണ്ട്. ഇത് അതിലേക്കൊന്ന് കയറുകയാണ് കേട്ടോ. അതൊരു കോയിനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാറിന് ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ അത് മറ്റേ ഇതല്ലേ, വാക്കും ചെയ്യണല്ല? വാക്കും ചെയ്യണോ? ഇത് വലിച്ചെടുക്കുന്ന സാധനം. വലിച്ചെടുക്കും. വാക്കും മാത്രം ഉണ്ടോ? ഇല്ലല്ലോ. വാക്കും വേണമെങ്കിൽ ചെയ്യാം. ഉണ്ട്. ഒരു കോയിൻ കിടക്കണമെന്ന് തോന്നിട്ടോ അവിടെ. അല്ല, 10 സെൻറ്റാണ്. 10 സെൻറ്റ് കിടക്കണം. ഇതാണ് കേട്ടോ അവിടുത്തെ 10 സെൻറ്റ്. ഒരു കാര്യം ചെയ്യാം. ഇത് നമുക്ക് ഇതിങ്ങനെ വെച്ച് വലിച്ചെടുക്കുന്നതാണോ? അത് അങ്ങനെ വലിച്ചെടുക്കണം. അത് തന്നെ വാക്കുമാണ്. അതിൽ എത്ര മിനിറ്റ് എന്നുണ്ട്, സമയമുണ്ട് കേട്ടോ അതിൽ. അതിനും 1 മിനിറ്റ് ആണോ അത്? അതെ. അത് പിടിക്കാം. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഓണാവുകയാണ്. അതാണ് വിഷയം കേട്ടോ. നമ്മൾ റെഡി ആയിക്കോളണം. അല്ലെങ്കിൽ ഡോളർ പോവും. സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓൺ ചെയ്യണ്ടേ? ഇല്ല, കോയിൻ റിട്ടേണാണല്ലോ. പ്രസ് ഇവിടെ. ടൈം കാണിക്കുന്നുണ്ടോ? 1.18 മിനിറ്റ്. ഇത്ര ഉള്ളൂ കേട്ടോ ടൈം കാണിക്കുന്നത്. ആ ടൈമിൽ അത് കട്ടാവും, കറക്റ്റ് കട്ടാവും. ഫ്രണ്ട് വാ. അയ്യോ അടിച്ച് കയറുകയാണല്ലോ അവനെ. നല്ല സ്പീഡിൽ സാധനം വലിച്ചെടുത്തു കേട്ടോ. എന്തായാലും പെട്ടെന്ന് ക്ലീൻ ചെയ്യാലേ. പെട്ടെന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. കോയിൻ കയറി പോട്ടോ. കോയിൻ ഉണ്ടെങ്കിൽ കോയിനിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോട്ടോ. കോയിൻ ഉണ്ടെങ്കിൽ നോക്കിയോ. ചെറിയ സാധനങ്ങളൊക്കെ കിടക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോട്ടോ കോയിൻ. സംഭവം പടയുന്ന ക്ലീനായി. 1 മിനിറ്റ് മതി. ഒരു $1 മതിയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. $2 പതുക്കെ സാവധാനം ചെയ്യാം. ക്ലീനായി. സംഭവം അടിപൊളി അല്ലേ? അടിപൊളി സാധനം അല്ലേ? അടിപൊളി. ഞങ്ങൾ അടുത്തത് അതിന് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി അല്ലേ? അടുത്തോ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആണ്. ഇതായിരിക്കും ബെറ്റർ അല്ലേ? ഇതായിരിക്കും. ഞാൻ ഇടാം. എങ്ങനെ സംഭവം ഇത്? അത് തുറന്നു വരുമായിരിക്കും. ആ ഉള്ളിലേക്ക് ഇറങ്ങിക്കാം. ഇതോ ആണോ? അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കാണിക്കുന്നത്. ഇതോ ഇത് ഇന്ത്യ അല്ല, അത് വാക്കത്തിൻ്റെ അല്ലേ? വാക്കം ഇതല്ലേ? ഇതെങ്ങനെ നോക്കി? വേറെ ഒന്നും കൊടുത്തല്ല.
സ്റ്റാർട്ട് എവിടെയാ? ഇതാ. അതെ അതെ. കൊള്ളാട്ടോ അത്. നല്ല സ്മെല്ലാ. അതെയോ? ഇതാണോ? അപ്പോൾ അത് നല്ല സ്മെല്ല് വരാൻ വേണ്ടിയാണ്. അത്തരം ഫ്ലേവറുകളാണ് കേട്ടോ അതിലുള്ളത്. ഇതാണ്ട ട്രോപ്പിക്കൽ ഫ്രൂട്ട്, വാനില, ബേബി പൗഡർ. കുഴപ്പമില്ല അല്ലേ? കൊള്ളാമല്ല? സംഭവം പൊളിയാ. വാക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. വടയെന്ന് കയറി പോയി അല്ലേ? അതെ അതെ അതെ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ശരി, പോയാലോ? അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. എന്തായാലും ക്ലീനായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ വന്നിട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ആദ്യത്തെ ജോബൊന്നുമല്ല, തമ്മിൽ കണ്ടാൽ മതി. ഞാൻ ജിയോ വിളിച്ചപ്പോൾ പോകുന്നുണ്ട്. പക്ഷേ നല്ല രസം. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ? എന്നാലാണ് നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. നാട്ടിൽ ചെന്നാലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നല്ല ഇതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ ആ ക്ലീനറൊക്കെ വെച്ചേക്കണോ? അത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ അതിന് ഓരോ കോയിൻ ഇട്ട് കൊടുത്ത് ഇപ്പുറത്തെ എത്ര ഡോളറാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഓരോ ക്ലീനറിനും. എന്നിട്ട് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സർവീസിങ് കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവാണ്. ജിയോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. അപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വന്നു കേട്ടോ. എന്നാൽ ആദ്യമായിട്ട് പോയതാണ്. അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണല്ലോ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ കുറച്ച് പൈസ കുറച്ച് കൂടി പോയിട്ടുണ്ട് അല്ലേ? അതെ, നമ്മൾ ആദ്യം കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുമായിരുന്നെങ്കിലും ചെയ്യായിരുന്നു. അതെ ലോജിക്കായിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ഫോമും കിട്ടി നല്ല ക്ലീൻ ആയിട്ട് ചെയ്യായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പ്രഷർ ഇത്തിരി കുറഞ്ഞു. നമ്മൾ ആ എടുത്ത ഇതിലെ പ്രഷർ ഇത്തിരി കുറവായിരുന്നു. അത് നമുക്കത് മാറ്റിയിട്ടിട്ട് വേറെ ഇതിലേക്ക് മാറ്റി മതിയായിരുന്നു വണ്ടി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വാക്കും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സീ യു.